ഇന്നത്തെ സാരി ഷിഫ്ലി ഓർഗൻസായിൽ തന്നെ ബോഡി ഫുള്ള് ത്രെഡ് വർക്കും ബോർഡറിൽ പ്രിന്റും വരുന്നൊരു സാരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ സാരിയാണ്. ബോഡിയിൽ സെൽഫായിട്ടുള്ള പ്രിന്റും ഉണ്ട്. ബോർഡറിൽ നല്ല ഡാർക്കായിട്ട് പ്രിന്റ് വരുന്നു. ബോഡി ഫുള്ള് സെയിം ഷെയ്ഡിൽ തന്നെ സിമ്പിളായിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് ഫുള്ളും വന്നേക്കുന്നത്. നല്ലൊരു ഓണിയൻ ബോർഡർ, ഒരു ഫ്ലഷ് കളറും കൂടെ വരുന്ന ഒരു ഷെയ്ഡ്. അകത്ത് വരുന്ന ത്രെഡ് വർക്ക് ആണെങ്കിലും സെയിം ഷെയ്ഡിൽ തന്നെ ഫുള്ളായിട്ട് സിമ്പിളായിട്ട് വരുന്നൊരു ത്രെഡ് വർക്ക്. അപ്പോൾ ഈ ഒരു ഫ്ലവറിനകത്ത് കുഞ്ഞു കുഞ്ഞു സീക്വൻസും കൊടുത്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു സീക്വൻസും ഉണ്ട്. അപ്പോൾ ആ ഒരു സീക്വൻസിൻ്റെ ഒരു കുഞ്ഞു ചെറിയൊരു ഷൈനിങ് സാരിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ അകത്ത് അങ്ങനെ ചെറുതായിട്ട് വരുന്നു. ബോർഡർ വീതിയിൽ പ്രിന്റ് കൊടുത്തേക്കുന്ന രണ്ട് സൈഡും ഇച്ചിരി ഡാർക്കായിട്ട്. പല്ലു പോർഷൻ വരുമ്പോഴും ഫുൾ വർക്കും ഉണ്ട്, ആ ഒരു പ്രിന്റും വരുന്നുണ്ട്. സാരിയുടെ ഫ്രണ്ട് പോർഷനിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കിന് ഈ ഒരു സെയിം ലുക്കിൽ തന്നെ ബോർഡറും ബോഡിയിൽ ത്രെഡ് വർക്കും ഈ ഒരു പോർഷൻ ആണെങ്കിൽ സെൽഫായിട്ടുള്ള പ്രിന്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പം സെയിം ഷെയ്ഡ് തന്നെ ഓർഗൻസ മെറ്റീരിയൽ വന്നിട്ട് അതിൽ ലൈൻസ്, ഇങ്ങനെ ലൈൻസും പിന്നെ സ്ലീവ്സിൻ്റെ ബോർഡറിൽ സാരിയുടെ ബോർഡറിൽ വന്നേക്കുന്ന ഒരു പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് ബോർഡറായിട്ട്. നല്ലൊരു കളറാണ് ഈ ഒരു ലൈറ്റ് ഓണിയൻ ഷെയ്ഡ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് നമുക്കിനി കാണിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് ഇത്. അടുത്തത് നല്ലൊരു യെല്ലോ ഷെയ്ഡ്. നന്നായിട്ട് ഇച്ചിരി ഒരു ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ടൈപ്പ് സാരിയാണ്. എന്നാൽ ഈ ഒരു ത്രെഡ് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി ഒതുങ്ങി ക്രേപ്പ് പോലല്ല, കോട്ട സാരി പോലൊക്കെ തന്നെ നിൽക്കുന്നതാണ്. ഇതിൻ്റെ ബോർഡറിൽ വരുന്നത് ഈ ഒരു പ്രിൻ്റാണ്. ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ ലൈനായിട്ട് പോയേക്കുന്നു. ബോഡിയിൽ സെയിം ഷെയ്ഡിൽ തന്നെ ത്രെഡ് വർക്ക്, ഈ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ്. ബ്ലൗസ് പീസ് എന്നിട്ട് ഇതിൻ്റെ വന്നേക്കുന്ന ഫുൾ പ്രിൻറ്റഡ്, ഈ ഒരു ബോർഡറിൽ വന്നേക്കുന്ന ആ ഒരു ഫുൾ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ഇങ്ങനെ നിൽക്കും. ഇതിനുമുണ്ട് ബോഡിയിലെല്ലാം സെൽഫായിട്ട് വരുന്ന പ്രിൻറ്റും ഒക്കെ. എന്നിട്ട് ത്രെഡ് വർക്ക് കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ത്രെഡ് വർക്കിൻ്റെ എടുപ്പും കാണും. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അത് സിക്സാക് പ്രിന്റ് വരുന്നു. ബോർഡർ രണ്ട് സൈഡും. ബോഡിയിൽ ലൈറ്റ് ഗ്രീനിൽ തന്നെ ഫുൾ ത്രെഡ് വർക്ക്. പല്ലു പോർഷൻ വരുമ്പോഴും ത്രെഡ് വർക്കും ഉണ്ട്, ഫുൾ പ്രിന്റും വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ബോർഡറിലൊക്കെ പ്രിന്റ് വ്യത്യാസമായിട്ടാണ് വരുന്നത്. ബ്ലൗസ് പീസ് വരുമ്പോഴും അപ്പം ആ ഒരു പ്രിന്റ് തന്നെ വരുന്നു. ഇപ്പം ഈ ഒരു സിക്സാക് പ്രിന്റാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് ലൈറ്റ് ഒരു ഗ്രീൻ, ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഗ്രീൻ ആണ് വരുന്നത്. അടുത്ത ഷെയ്ഡ് ലൈറ്റ് ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക്. ബോർഡറിൽ സിക്സാക് പ്രിന്റ് വന്നേക്കുന്നു. പല്ലു അപ്പോൾ സെയിം തന്നെ വരുന്ന ബ്ലൗസ് പീസ്, പ്രിന്റഡ് സിക്സാക് പ്രിന്റിന്റെ ബ്ലൗസ് പീസ്. ലാസ്റ്റ് ഷെയ്ഡാണ് ഇനി വരുന്നത്. അതൊരു ലാവൻഡർ ഷെയ്ഡ്. എല്ലാം ഒത്തിരി ഡാർക്കും അല്ല, എന്നാൽ ഇച്ചിരി പേസ്റ്റൽ ഷെയ്ഡ് ലൈറ്റായിട്ട് നിൽക്കും. ഒരു പേസ്റ്റൽ ടോണിലും ഒക്കെ നിൽക്കുന്ന ഷെയ്ഡ്സാണ്. ഇതിൽ പ്രിന്റ് വരുന്നു. ബോഡി വരുന്ന ഒരു ത്രെഡ് വർക്ക്. സിംഗിൾ ലെയർ ഇടാൻ ഇത്തിരി സീത്രൂ ആണ്, കാരണം വർക്ക് ഉണ്ടേ പോലും നമുക്ക് ബ്ലൗസ് കൂടെ വരുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ 2 ലെയറിലൊക്കെ ഇടാനാണെങ്കിൽ നല്ല ഭംഗിയുമാണ്. ബ്ലൗസ് പീസ് സെയിം തന്നെ സിക്സാക് പ്രിന്റ് വരുന്നു. ഇത്രയും ഷെയ്ഡ്സ് ആണ് ഈ സാരിയുടെ വന്നേക്കുന്നത്. ഇതിലേതെങ്കിലും ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.